ഓശാന ഞായറിനോടനുബന്ധിച്ച് ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരിശിൻ്റെ വഴി നടന്നു. മലയാളികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സുരക്ഷാ കാരണങ്ങളാൽ പള്ളിക്ക് പുറത്ത് പ്രദർശനം നടന്നില്ല. പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചിരുന്നു. മത ആചാരങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി ഒരു വിഭാഗം വ്യാജ പ്രചാരണവും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതും മറച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണം. ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ഓശാന ഞായറിനോടനുബന്ധിച്ച് കുരിശിന്റെ വഴി നടന്നു. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുപ്പയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് കുരിശിന്റെ വഴി നടത്താനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ പുറത്ത് പരിപാടിക്ക് അനുമതി നൽകാനാകില്ലെന്ന് ഡൽഹി പോലീസ് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നു. സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഇവിടം വരെ ഒരു 7 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. അതിനിടയ്ക്ക് ഈ കുരിശിൻ്റെ വഴിയുടെ എനാക്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് അസൗകര്യമായിട്ട് ഞങ്ങൾക്ക് പ്രൊവിഷൻ കിട്ടാതിരുന്നതുകൊണ്ട് ഇവിടെ നടത്താൻ പോവുകയാണ്. അനുമതി കിട്ടിയില്ല. അപ്പോൾ ലോ ആൻഡ് ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിഷയം നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ ചിലപ്പോൾ IPL മീറ്റിംഗ് ഉണ്ടോ എന്തോ ഒരു ക്ലാഷാണ് അതിൻ്റെ. എന്നാൽ റോഡിൽ പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിനെ ഭരണകൂടം മതസ്വാതന്ത്ര്യം ലംഘിക്കുകയാണെന്ന വ്യാജ പ്രചാരണം നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും നടത്തി. IPL വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം തുടങ്ങിയ കാരണങ്ങളാൽ സുരക്ഷാ പ്രശ്നമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ഭരണസ്ഥിരാ കേന്ദ്രത്തിന് സമീപമുള്ള പള്ളിയിൽ പുറത്തു പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഡൽഹിയിലെ മറ്റു പള്ളികളിലെല്ലാം ചടങ്ങുകൾ വിപുലമായി നടക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കും രാജ്യ തലസ്ഥാനത്ത് അനുമതി നിഷേധിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു വ്യാജ പ്രചാരണങ്ങൾ. സുരക്ഷാ കാരണങ്ങളാൽ പള്ളിക്ക് പുറത്ത് പ്രദക്ഷിണം നടത്താൻ പോലീസ് അനുമതി നിഷേധിച്ചതിനെ വളച്ചൊടിക്കാനും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവുമാണ് ഉണ്ടായത്. ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിക്ക് മുൻപിൽ നിന്നും മനോജ് കുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.